ഫോക്ലോർ പഠിക്കാൻ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതിയാകും. ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടും ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുമുള്ള ഒരു സെക്ഷനാണ് ഫോക്ലോറിനെ കുറിച്ചുള്ള ഈ വീഡിയോ. ദീർഘിപ്പിക്കുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കാം. എഴുതിയെടുത്ത് പഠിക്കുക, വീഡിയോ ആവർത്തിച്ച് കേൾക്കുക, നോട്ട്സ് ആവർത്തിച്ച് വായിക്കുക. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്. ബേസുള്ള ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഓടിച്ച് റിവിഷൻ ചെയ്താൽ കവർ ചെയ്തെത്താൻ പറ്റും. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയത്തിലേക്ക് പോകും. ഇപ്പോഴേ തുടങ്ങുക, ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ഫോക്ലോറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഈ ഫോക്ലോർ എന്ന പദം ഉപയോഗിച്ച് തുടങ്ങുന്നത് എന്ന വസ്തുത ആദ്യം പഠിക്കണം. വർഷം നോട്ട് ചെയ്തോണം. 1846 1846 ഓഗസ്റ്റ് 22. ഓഗസ്റ്റ് 22 ഫോക്ലോർ ദിനം. അഥീനിയം മാസികയിൽ ബ്രിട്ടീഷ് ചരിത്ര ഗവേഷകനായ വില്യം ജോൺ തോംസ് ആണ് ഉപയോഗിക്കുന്നത്. 1846 ഓഗസ്റ്റ് 22 അഥീനിയം മാസികയിൽ വില്യം ജോൺ തോംസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫോക്ക് എന്ന വാക്കിനർത്ഥം കൂട്ടായ്മ എന്നും ലോർ എന്ന വാക്കിനർത്ഥം അറിവ് എന്നുമാണ്. ഫോക്ക് എന്നതിന് കൂട്ടായ്മ, ലോർ അറിവ്. നാടോടി വിജ്ഞാനീയം എന്ന് പ്രയോഗിക്കുന്ന ആരാണ്? MV വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ്. ഫോക്ലോർ എന്ന പദം തന്നെയാണ് കൂടുതൽ യോജിക്കുന്നതെന്ന് രാഘവ മേനോനും പറയുന്നുണ്ട്. അപ്പോൾ ഫോക്ലോർ എന്ന പദത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 1846 ഓഗസ്റ്റ് 22 അഥീനിയം മാസിക, വില്യം ജോൺ തോംസ്. ഫോക്ലോർ എന്ന പദം തന്നെയാണ് മലയാളത്തിൽ ഉപയോഗിക്കാൻ നല്ലതെന്ന് പറഞ്ഞത് രാഘവ മേനോൻ. അതല്ല, നാടോടി വിജ്ഞാനീയം എന്ന പേര് നൽകിയത് വിഷ്ണുനാരായണൻ നമ്പൂതിരി. കറക്റ്റ് അല്ലേ? അടുത്ത ഇംഗ്ലണ്ടിലെ ഫോക്ലോർ സൊസൈറ്റി സ്ഥാപിച്ചതും വില്യം ജോൺ തോംസ് ആണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. നിർവചനത്തിലേക്ക് പോകാം. വാമൊഴിയിലൂടെയുള്ള കലയാണ് ഫോക്ലോർ എന്ന് പറഞ്ഞത് വില്യം ആർ ബാസ്കം. വാമൊഴിയിലൂടെയുള്ള കലയാണ് ഫോക്ലോർ. വാമൊഴിയിലൂടെയുള്ള കലയാണ് ഫോക്ലോർ, വില്യം ആർ ബാസ്കം. കൂടെ തന്നെ പഠിച്ചോണം. വാമൊഴിയിലൂടെയുള്ള കലയാണ് ഫോക്ലോർ, വില്യം ആർ ബാസ്കം. ആദിമ മനുഷ്യൻ്റെ സത്യവും ഋജുവുമായ പ്രകടനമാണ് ഫോക്ലോർ. ആദിമ മനുഷ്യൻ്റെ സത്യവും ഋജുവുമായ പ്രകടനമാണ് ഫോക്ലോർ, MS സ്പിനോസ. ആദിമ മനുഷ്യൻ്റെ സത്യവും ഋജുവുമായ പ്രകടനമാണ് ഫോക്ലോർ, MS സ്പിനോസയാണ് പറഞ്ഞത്. ചുരുങ്ങിയത് ഒരു കാര്യത്തിലെങ്കിലും സമാനത പുലർത്തുന്ന ജനവിഭാഗത്തെ ഫോക്ക് എന്ന് വിളിക്കാം, അലൻ ഡെൻഡിസ്. ചുരുങ്ങിയത് ഒരു കാര്യത്തിലെങ്കിലും സമാനത പുലർത്തുന്ന ജനവിഭാഗത്തെ ഫോക്ക് എന്ന് വിളിക്കാന്ന് പറഞ്ഞത് അലൻ ഡെൻഡിസ് ആണ്. ആദ്യകാല സംസ്കാരത്തിൻ്റെ അതിജീവനം എന്നാണ് വില്യം തോംസ് ഫോക്ലോറിനെ നിർവചിക്കുന്നത്. ആദ്യകാല സംസ്കാരത്തിൻ്റെ അതിജീവനം എന്ന് നിർവചിക്കുന്ന ആരാണ്? വില്യം തോംസ് ആണ്. ഒരു ജനതയുടെ ശാസ്ത്രം എന്നതിലുപരി ഫോക്ലോറ് പാരമ്പര്യ ജനതാശാസ്ത്രവും നാടൻ ഗാനവുമാണ്. ഫോക്ലോർ എന്ന് പറഞ്ഞാൽ പാരമ്പര്യ ജനതാശാസ്ത്രവും നാടൻ ഗാനവുമാണ്. പറഞ്ഞ ആരാ? ജോൺ ബെയ്സി. പാരമ്പര്യ ജനതാശാസ്ത്രം, നാടൻ ഗാനം എന്ന് പറഞ്ഞ ആരാ? ജോൺ ബെയ്സി. പരമ്പരയായി തലമുറ കൈമാറി വരുന്ന വസ്തുതകളാണെന്ന് പറഞ്ഞത് ടെയ്ലറാണ്. ഏതൊരു കൂട്ടായ്മയുടെയും സ്വത്വം കണ്ടെത്താൻ കഴിയുന്ന വിജ്ഞാന ശാഖയാണ് ഫോക്ലോർ എന്ന് പറഞ്ഞതും ടെയ്ലറാണ്. ഓക്കെ, അപ്പം ഇത്രയും നിർവചനങ്ങൾ ഓർത്തു വെച്ചേക്കാം. ഇനി ഫോക്ലോറായിട്ട് ബന്ധപ്പെട്ട് പഠനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഗ്രിം സഹോദരന്മാർ ഉപയോഗിച്ച പദം ഏതാണ്? വോക്സ് കുന്തയാണ്. ഫോക്ലോറിൻ്റെ പിതാക്കൾ എന്നറിയപ്പെടുന്നത് വില്യം ഗ്രിമ്മും ജോൺ ഗ്രിമ്മുമാണ്. ഗ്രിം സഹോദരന്മാർ ഇവർ പ്രയോഗിക്കുന്നത് വോക്സ് കുന്തേ എന്ന് പറയുന്ന പദമാണ്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്, സ്റ്റാൻഡേർഡ് ഡിക്ഷണറി ഓഫ് ഫോക്ലോർ മിത്തോളജി ആൻഡ് ലെജൻഡ്. എന്താണ്? സ്റ്റാൻഡേർഡ് ഡിക്ഷണറി ഓഫ് ഫോക്ലോർ മിത്തോളജി ആൻഡ് ലെജൻഡ്. ആരെഴുതിയതാ? മരിയ ലീച്ചിൻ്റെയാണ് സ്റ്റാൻഡേർഡ് ഡിക്ഷണറി ഓഫ് ഫോക്ലോർ മിത്തോളജി ആൻഡ് ലെജൻഡ് എന്നുള്ള ടെക്സ്റ്റ്. മരിയ ലീച്ച്, മറന്നു പോകരുത്. ഇനി ഫോക്ലോറിൻ്റെ വിവിധ ഫോക്ലോറുകളെ കുറിച്ച് പറയാം. പ്രചലിത ഫോക്ലോറ്, നാശോന്മുഖ ഫോക്ലോറ്, മൃത ഫോക്ലോറ്, അജ്ഞാത ഫോക്ലോറ്. ഓക്കെ, ഇതിൽ പ്രചലിത ഫോക്ലോർ എന്ന് പറഞ്ഞാൽ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നവയാണ് പ്രചലിത ഫോക്ലോർ. അതായത് ഓണം, തിരുവാതിര പോലുള്ള
ആഘോഷങ്ങളൊക്കെ, അതായത് ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നത് പ്രചലിതം. നാശോന്മുഖം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തെ പ്രയോഗത്തിലുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂ. പുലപ്പേടി, മണ്ണാപ്പേടി പ്രയോഗത്തിലുണ്ടായിരുന്നതും ഇന്ന് ഓർമ്മകളിൽ മാത്രം അവശേഷിക്കുന്നതുമായിട്ടുള്ളതാണ് നാശോന്മുഖ ഫോക്ലോർ. മൃത ഫോക്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർത്തമാനകാലത്ത് കാണാത്തതും ബോധമനസ്സിൽ പോലും നിലനിൽക്കാത്തതുമാണ് മൃത ഫോക്ലോർ. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കും? അതായത് വർത്തമാനകാലത്ത് ഇല്ല, ഓർമ്മയിലെങ്കിലും ഉണ്ടെങ്കിൽ നാശോന്മുഖം എന്ന് വിളിക്കാമായിരുന്നു, ഓർമ്മയിലും ഇല്ല, അങ്ങനെയുള്ളതാണ് എന്ത്? മൃത ഫോക്ലോർ. പക്ഷേ ഇത് ചരിത്ര രേഖകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതായത് മനസ്സിലും ഇല്ല, ഓർമ്മയിലും ഇല്ലെങ്കിലും ചരിത്ര രേഖകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മൃത ഫോക്ലോർ. അജ്ഞാത ഫോക്ലോർ ആകുമ്പം അതുമില്ല, അതായത് ചരിത്ര രേഖയിൽ കൂടി പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ പ്രകടമായ തെളിവുകൾ ഇല്ലെങ്കിൽ തന്നെയും ഒരു കാലത്ത് നിലനിന്നിരുന്നവയാണ് എന്ന് ഓർത്തു വച്ചേക്കാം. പിന്നെ അർബൻ ഫോക്ലോർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അർബൻ ഫോക്ലോർ ഗ്രാമീണമായ ഫോക്ലോറാണ്. നാഗരിക ഫോക്ലോർ എന്ന് പറഞ്ഞാൽ നഗരവുമായി ബന്ധപ്പെട്ടതാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഫോക്ലോർ തരംതിരിവുകൾ. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പാർട്ട് ടൈം HS ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിച്ചു വയ്ക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 പദങ്ങളുണ്ട്, അത് ഫേക്ലോറും ഫോക്ലോറിമസുമാണ്. ഫേക്ലോർ എന്ന് പറഞ്ഞാൽ റിച്ചാർഡ് എം ഡോർസൺ ആണ് അവതരിപ്പിക്കുന്നത്. ഫേക്ലോർ റിച്ചാർഡ് എം ഡോർസൺ. ഫേക്ലോർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളിൽ തെയ്യമൊക്കെ യൂത്ത് ഫെസ്റ്റിവലിന് അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്യമായിട്ട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്നത്, ഇതൊക്കെയാണ് ഫേക്ലോറിൻ്റെ ഉദാഹരണങ്ങൾ. റിച്ചാർഡ് എം ഡോർസൺ, ആ പേര് മറക്കാതെ ഇരിക്കും. ഓക്കെ, ദ ഡിക്ഷണറി ഓഫ് ഫോക്ലോർ മിത്തോളജി ആരുടെ ആയിരുന്നു? മരിയ ലീച്ച്. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂർ ചിറക്കലാണ് കേരള ഫോക്ലോർ അക്കാദമി. ഇനി ഫോക്ലോറായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ് ഫോക്ലോർ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. അതിലാദ്യത്തേതാണ് സൗരപുരാവൃത്ത സിദ്ധാന്തം. ആരാണ് അവതരിപ്പിച്ചത്? മാക്സ് മുള്ളറാണ്. സൗരപുരാവൃത്ത സിദ്ധാന്തം മാക്സ് മുള്ളർ. മാക്സ് മുള്ളറിൻ്റെ പ്രത്യേകത എന്താണ്? ഭാഷയുടെ രോഗമാണ് മിത്ത് എന്ന് പറഞ്ഞത് മാക്സ് മുള്ളറാണ്. ഭാഷയുടെ രോഗമാണ് മിത്ത് എന്ന് പറഞ്ഞത് മാക്സ് മുള്ളറാണ്. മാക്സ് മുള്ളറിൻ്റെ സൗരപുരാവൃത്ത സിദ്ധാന്തം ഇത് പറയുന്നത് താരതമ്യ ഭാഷാശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ട് പുരാവൃത്തങ്ങളുടെ ഉൽപ്പത്തി അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. പുരാവൃത്തങ്ങളുടെ ഉൽപ്പത്തി അന്വേഷിക്കുന്ന സിദ്ധാന്തമാണ് സൗരപുരാവൃത്ത സിദ്ധാന്തം. മാക്സ് മുള്ളർ ഭാഷയുടെ രോഗാതുരതയിൽ നിന്നാണ് മിത്തുകൾ ഉണ്ടാകുന്നതെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഓക്കെ, സോളാർ പദ്ധതി, സൗരപുരാവൃത്ത സിദ്ധാന്തം, മാക്സ് മുള്ളർ. അടുത്തത് അനുഷ്ഠാന സിദ്ധാന്തമാണ്. ആൻഡ്രൂ ലാങ്ങിൻ്റെ ആണ്. ആൻഡ്രൂ ലാങ് ഈ അനുഷ്ഠാന സിദ്ധാന്തത്തിലൂടെ ചെയ്യുന്നത് മാക്സ് മുള്ളറെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മാക്സ് മുള്ളറുടെ സൗരപുരാവൃത്ത സിദ്ധാന്തത്തെ എതിർക്കുന്നത് അനുഷ്ഠാന സിദ്ധാന്തമാണ്. അവതരിപ്പിച്ചത് ആൻഡ്രൂ ലാങ്. ഓക്കെ, ഇനി അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രത്യേകത. അനുഷ്ഠാന സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? എതിർക്കുകയാണ്. അതായത് ഈ പുരാവൃത്തങ്ങളുടെ ഉൽപ്പത്തിയെ മുൻനിർത്തി അന്വേഷിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനെ എതിർക്കുന്ന ഒന്നാണ് ആൻഡ്രൂ ലാങ്ങിൻ്റെ അനുഷ്ഠാന സിദ്ധാന്തം. മറ്റൊന്നാണ് ദേശാന്തര ഗമന സിദ്ധാന്തം. അത് അവതരിപ്പിക്കുന്നത് ഇത് വ്യാപന സിദ്ധാന്തം, ഡിഫ്യൂഷൻസ് തിയറി, ബെൻഫെ തിയറി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് അവതരിപ്പിക്കുന്നത് തിയോഡർ ബെൻഫെ ആണ്. തിയോഡർ ബെൻഫെ. ഓക്കെ, തിയോഡർ ബെൻഫെയുടെയാണ് ദേശാന്തര ഗമന സിദ്ധാന്തം. ഫീനിഷ് പദ്ധതി എന്ന് പറയുന്ന അവതരിപ്പിക്കുന്നത് ജൂലിയസ് കോഹൺ ആണ്. ജൂലിയസ് കോഹൺ ആണ്. ഈ ഫീനിഷ് പദ്ധതിയിൽ എന്താണ്? നാടൻ സംസ്കാരവും ഭാഷയ്ക്കൊപ്പം സംക്രമിക്കുന്നു എന്നാണ് ഫീനിഷ് പദ്ധതിയിലൂടെ ജൂലിയസ് കോഹൺ അവതരിപ്പിക്കുന്നത്. നാടൻ സംസ്കാരവും ഭാഷയ്ക്കൊപ്പം സംക്രമിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുകയാണ് ഫീനിഷ് പദ്ധതിയിലൂടെ ജൂലിയസ് കോഹൺ ചെയ്യുന്നത്. ഇത് നിങ്ങൾ പേരോർത്ത് വെച്ചാൽ മതി. സൗരപുരാവൃത്തം മാക്സ് മുള്ളർ, അനുഷ്ഠാന സിദ്ധാന്തം ആൻഡ്രൂ ലാങ്, ദേശാന്തര ഗമന സിദ്ധാന്തം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ തിയറി അല്ലെങ്കിൽ ബെൻഫെ തിയറി അത് തിയോഡർ ബെൻഫെ ആണ്. ഫീനിഷ് പദ്ധതി ജൂലിയസ് കോഹൺ ആണ്. ഓക്കെ, ഫോക്ലോറിൽ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃതികളാണ്. കേരളത്തിലെ ക്രിസ്തീയ സാഹിത്യം ആരുടെയാണ്? PJ തോമസ്. PJ തോമസ് കേരളത്തിലെ ക്രിസ്തീയ സാഹിത്യം. കേരളത്തിലെ കാളിസേവ ചേലനാട്ട് അച്യുതൻ.
ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ നാടോടി നാടകങ്ങൾ എസ്.കെ. നായർ. കേരളത്തിലെ പ്രകൃതി ഗാനങ്ങളോ എസ്.കെ. പൊറ്റക്കാട്. കേട്ടോ, അത് നമ്മൾ ഓർക്കാത്തൊരു പേരാണ്. പ്രകൃതി ഗാനങ്ങൾ എസ്.കെ. പൊറ്റക്കാട്, നാടോടി നാടകങ്ങൾ എസ്.കെ. നായർ. കേരളത്തിലെ ക്രിസ്തീയ സാഹിത്യം പി.ജെ. തോമസ്. കേരളത്തിലെ കാളിസേവ ചേലനാട്ട്. ഫോക്ലോറിലെ സ്ത്രീ സ്വത്വ നിർമ്മിതി. ഫോക്ലോറിലെ സ്ത്രീ സ്വത്വ നിർമ്മിതി പി. വസന്തകുമാരിയാണ്. പി. വസന്തകുമാരി. ഫോക്ലോറിലെ സ്ത്രീ സ്വത്വ നിർമ്മിതി. കേരളത്തിലെ ഭാഷാഗാനങ്ങൾ ചിറക്കൽ ടി. ബാലകൃഷ്ണൻ നായർ. കേരള ഭാഷാഗാനങ്ങൾ ചിറക്കൽ ടി. ബാലകൃഷ്ണൻ നായർ. കേരള ഫോക്ക് ലിറ്ററേച്ചർ ചുമ്മാർ ചൂണ്ടൽ. കേരള ഫോക്ക് ലിറ്ററേച്ചർ ചുമ്മാർ ചൂണ്ടൽ. വടക്കംപാട്ടിൻ്റെ പണിയാല എം. ആർ. രാഘവ വാര്യർ. വടക്കംപാട്ടിലെ പണിയാല എം. ആർ. രാഘവ വാര്യർ. കേരളത്തിലെ കാളിസേവ ചേലനാട്ട് അച്യുതൻ. കേരളത്തിലെ ആഫ്രിക്ക എം. കെ. പാനൂർ. എം. കെ. പാനൂർ. ഫോക്ലോർ നിഘണ്ടു എം. വി. വിഷ്ണുനാരായണൻ നമ്പൂതിരി. ബല്ലാഡ്സ് ഓഫ് നോർത്ത് മലബാർ ചേലനാട്ട്. ബല്ലാഡ്സ് ഓഫ് നോർത്ത് മലബാർ ചേലനാട്ട്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ആദ്യമായിട്ട് ശേഖരിച്ചത് പെഴ്സി മാക്കിനാണ്. ക്വസ്റ്റ്യൻ നോക്കി ആൻസർ ചെയ്ത് കേട്ടോ. സമാഹരിച്ചത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ പെഴ്സി മാക്കിനാണ്. ഓക്കെ. ഫോക്ലോറിലെ സ്ത്രീ സ്വത്വ നിർമ്മിതി പറഞ്ഞല്ലോ, പി. വസന്തകുമാരി. വടക്കൻപാട്ടിലെ പണിയാല പറഞ്ഞു, എം. ആർ. രാഘവ വാര്യറാണ്. പിന്നെ ഇതിനകത്ത് ഓർത്ത് വച്ചേക്കേണ്ട മറ്റൊരു പുസ്തകം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിക്ഷണറി ഓഫ് ഫോക്ലോർ മിത്തോളജി, മരിയ ലീച്ചിൻ്റെത്. അതുപോലെ എവരിഡേ ബുക്ക് ആൻഡ് ടേബിൾ ബുക്ക് വില്യം ഹോൺ. എവരിഡേ ബുക്ക് ആൻഡ് ടേബിൾ ബുക്ക് വില്യം ഹോണിൻ്റെ ആണ്. ഇതൊക്കെ ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫോക്ലോറായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഇതല്ലാതുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഫോക്ലോറായിട്ട് ബന്ധപ്പെട്ട സീതക്കളി, തോൽപ്പാവക്കൂത്ത്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. ഗണക സമുദായക്കാർ അവതരിപ്പിക്കുന്ന കലാരൂപം ഏത്, അല്ലെങ്കിൽ കളങ്കാവൽ ചടങ്ങ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, തലപ്പാളി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.